സിപിഎമ്മും സർക്കാരും രക്ഷപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ആരാണോ ഇതിന്റെ പിന്നിൽ, ആരിലേക്കാണോ ഇതിന്റെ ഉറവിടം, അത് കൃത്യമായി എനിക്ക് വിളിച്ചു പറയേണ്ടി വരും. അങ്ങനെ പോയാൽ ബി.ജെ.പിയിൽ പോയ പി.പി.ദിവ്യക്ക് പിന്നെ എന്ത് നോക്കാൻ? അങ്ങനെ പോവേണ്ടി വരും, അങ്ങനെ പറയേണ്ടി വരും എന്ന കൃത്യമായ സന്ദേശം തന്നെയായിരുന്നു പി.പി.ദിവ്യ ആ വാർത്തയിലൂടെ പുറത്തു കൊണ്ടുവന്നു. അതിന്റെ ഗുണം പി.പി.ദിവ്യക്കുണ്ടായി. എന്നാൽ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും ഈ വിഷയത്തിൽ നേരത്തെ സ്വീകരിച്ചതുപോലെ തന്നെ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പി.പി.ദിവ്യയുടെ ഈ പറഞ്ഞ ബിനാമി ഇടപാടുകൾ സംബന്ധിച്ചും സ്ഥലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംബന്ധിച്ചും കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ചുമെല്ലാം ആധികാരികമായ രേഖകളും തെളിവുകളും സഹിതം തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചതും വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയതുമെല്ലാം. ഇക്കാര്യത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം ഏതായാലും എടുത്ത സ്ഥിതിക്ക് അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ നേരത്തെയുള്ള എനിക്ക് ലഭിച്ച വിധിയുടെ കൂടെ അടിസ്ഥാനത്തിൽ തന്നെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്ത് വിധേനയും എത്രയൊക്കെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ വക്താവെന്ന് പട്ടം ചാർത്തി പി.പി.ദിവ്യ സൈബർ യുദ്ധം നടത്തിയാലും അതിനെയൊക്കെ വലിച്ചു കീറുന്ന രീതിയിലേക്കുള്ള തെളിവുകൾ, ആവശ്യമായ തെളിവുകളും രേഖകളും ഇപ്പോഴും ഉണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പി.പി.ദിവ്യ നിഷേധിക്കട്ടെ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഞാൻ തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഘട്ടത്തിലും ഞാൻ ഉന്നയിച്ച ഒരു അഴിമതി ആരോപണത്തിനും പി.പി.ദിവ്യ മറുപടി പറഞ്ഞിട്ടില്ല. എന്നെ അങ്ങ് കൈകാര്യം ചെയ്ത് കളയും, ശരിയാക്കി കളയുന്നതിനപ്പുറത്തേക്ക് കേസ് കൊടുക്കും, കോടതിയിൽ പാർക്കണം, പിണറായിയാണ് ഹീറോ, ഞാൻ ഒട്ടും അങ്ങ് കൂസുന്നില്ല എന്നൊക്കെ പറഞ്ഞതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഉന്നയിച്ച ആരോപണത്തിന് വ്യക്തമായ ഒരു മറുപടിയും ഒരു വർഷം പിന്നിട്ടിട്ടും പി.പി.ദിവ്യ പറയാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ വഴിയെ നമുക്ക് ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്ത് തന്നെ മുന്നോട്ട്